വർഷം 2025. കൃത്യമായി പറഞ്ഞാൽ 2025 മാർച്ച് 28 മ്യാൻമറാണ് സ്ഥലം. മ്യാൻമറിലെ ജനങ്ങൾ എന്നത്തെയും പോലെ തന്നെ ആ ദിവസവും പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നടത്താനായി പല കാര്യങ്ങളും ഇവർ പ്ലാൻ ചെയ്യുന്നുമുണ്ട്. എന്നാൽ ആ 28 മ്യാൻമർ സമയം ഏതാണ്ട് 12:50 മ്യാൻമറിലെ സാഗെയിം മേഖലയിൽ മൊമെൻ്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലിൽ 7.7 തീവ്രതയിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടാവുകയാണ്. ഇതിൻ്റെ പ്രഭവ കേന്ദ്രം മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മണ്ടാലയ്ക്ക് സമീപമായിരുന്നു. 1912 ശേഷം മ്യാൻമറിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു ഇത്. മ്യാൻമറിൻ്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂകമ്പവും. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ മ്യാൻമർ ഭൂകമ്പത്തെക്കുറിച്ചാണ്. ആദ്യമായി നമുക്ക് ഭൂകമ്പം എന്നാൽ എന്താണ് എന്ന് പരിശോധിക്കാം. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന അവിചാരിത ചലനമാണ് ഭൂകമ്പം എന്നുള്ളത്. കൂടുതൽ വിശദമായി പറഞ്ഞാൽ ഭൂമിയുടെ മുകളിലെ പാളി ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള ചലനമാണ് പ്രധാനമായും ഭൂകമ്പത്തിന് കാരണമാകുന്നത്. ഇനി നമുക്ക് മ്യാൻമർ ഭൂകമ്പത്തിലേക്ക് വരാം. യുറേഷ്യൻ പ്ലേറ്റ്, ഇന്ത്യൻ പ്ലേറ്റ്, സുന്ദ പ്ലേറ്റ്, ബർമ മൈക്രോ പ്ലേറ്റ് എന്നീ 4 ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംയോജനത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ മ്യാൻമറിനെ ലോകത്തിലെ ഏറ്റവും ഭൂമിശാസ്ത്രപരമായി സജീവമായ പ്രദേശങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. 28 മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായത് സ്ട്രൈക്ക് സ്ലിപ്പ് ചലനം മൂലമാണെന്ന് പറയപ്പെടുന്നു. അതായത് 2 ബ്ലോക്കുകൾ പരസ്പരം തിരശ്ചീനമായി നീങ്ങുമ്പോഴുണ്ടാകുന്ന ചലനം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാഗെയിം മണ്ടാലെ അതിർത്തി മേഖലയ്ക്കടുത്തുള്ള സാഗെയിം ടൗൺഷിപ്പാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ഈ ഭൂകമ്പത്തെ തുടർന്ന് ഭൂമി വിണ്ടുകീറുകയുമുണ്ടായി. 1912 മേമിയോ ഭൂകമ്പത്തിന് ശേഷം മ്യാൻമറിൽ ഉടലെടുത്ത ഏറ്റവും വലിയ ഭൂകമ്പമാണ് ഇതെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ഭൂകമ്പത്തെ തുടർന്ന് ഏപ്രിൽ 1 വരെ ഏതാണ്ട് 236 തുടർ ഭൂചലനങ്ങൾ ഉണ്ടായതായാണ് തായ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇങ്ങനെയുണ്ടായ ഏറ്റവും വലിയ തുടർ ഭൂചലനത്തിൻ്റെ തീവ്രത 6.7 ആയിരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. മാത്രമല്ല, മാർച്ച് മാസത്തിൻ്റെ തുടക്കം മുതലേ മ്യാൻമറിൻ്റെ പല ഭാഗത്തായി ചെറിയ രീതിയിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ മ്യാൻമറിലെ ജനങ്ങളിലെ ബഹുഭൂരിപക്ഷവും 28 ഉണ്ടായ ഈ വൻ ഭൂകമ്പത്തിന് ഇരകളായി. എന്തിനേറെ പറയുന്നു, ഇന്ത്യയിലെ ഇംഫാലിലും ഈ ഭൂകമ്പത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടായി. ഭൂകമ്പത്തിൻ്റെ പരിണിത ഫലമായി മ്യാൻമറിൽ 3600 ആളുകൾ മരിച്ചു. 700 ജനങ്ങളെ കാണാതായി. കൂടാതെ 5000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാജ്യത്തെ 50,000 കുടുംബങ്ങളെ ഭൂകമ്പം നേരിട്ട് ബാധിച്ചതായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ രാജ്യവ്യാപകമായി ഫോൺ, ഇൻ്റർനെറ്റ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ തകരാറിലായി. 10,000 റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും 280 ആരാധനാലയങ്ങളും 50 റോഡുകളും പാലങ്ങളും തകർന്നതായി കണക്കുകൾ പറയുന്നു. പള്ളികളും മഠങ്ങളും സർവകലാശാലകളുമൊക്കെ തകർന്ന് അതിലുണ്ടായിരുന്ന നിരവധി ആളുകൾ അതിദാരുണമായി മരണപ്പെടുകയുമുണ്ടായി. ഭൂകമ്പം വരുത്തിവെച്ച വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടവരും നിരവധിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഭൂകമ്പത്തോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളും നഷ്ടപ്പെട്ട ജനങ്ങൾ നിലനിൽപ്പിനായി ഇരുട്ടിൽ തപ്പി. കഷ്ടപ്പെട്ട് തങ്ങൾ കെട്ടിപ്പൊക്കിയവയെല്ലാം ഈ വലിയ ഭൂകമ്പം ചീട്ടുകൊട്ടാരം പോലെ തകർത്തെറിയുന്ന കാഴ്ചയ്ക്കാണ് മ്യാൻമർ എന്ന രാജ്യം വേദിയായത്. ഭൂകമ്പത്തിൽ മരണപ്പെടുന്നവരെ സംസ്കരിക്കുക എന്നതും വളരെ ബുദ്ധിമുട്ടേറിയ ഒരവസ്ഥയായി മാറി. ഉറ്റവരെയും ഉടയവരെയും ഭൂകമ്പത്തിൽ നഷ്ടപ്പെട്ട് ആ വേദനയിൽ നീറി ജീവിക്കുന്ന മനുഷ്യരും
നിരവധിയുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. മ്യാൻമറിൽ വിനോദസഞ്ചാരത്തിനായെത്തിയ നിരവധി വിദേശ പൗരന്മാരും ഈ ദുരന്തത്തിന് ഇരകളായി മാറി. ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിലെ 6 പ്രധാന മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുമുണ്ടായി. തായ്ലൻഡിലും ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. തലസ്ഥാന നഗരമായ ബാങ്കോക്കിൽ 19ലധികം മരണങ്ങളും 33ഓളം ആളുകൾക്ക് പരിക്കുമേറ്റതായി കണക്കാക്കപ്പെടുന്നു. നിർമ്മാണത്തിലിരുന്ന ഒരു വലിയ കെട്ടിടം തകർന്നതാണ് കൂടുതൽ മരണങ്ങൾക്കും കാരണമായത്. തായ്ലൻഡിലെ 77 പ്രവിശ്യകളിൽ 63 എണ്ണത്തിലും ഭൂകമ്പം അനുഭവപ്പെട്ടു. ഇതിൽ തന്നെ 18 പ്രവിശ്യകളിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. ചൈനയിലും ഈ ഭൂകമ്പം അനുഭവപ്പെട്ടു. ഇതിൽ തന്നെ ചൈനയിലെ യുന്നാൻ പ്രവിശ്യയിൽ ഭൂകമ്പം ശക്തമായി അനുഭവപ്പെട്ടു. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ ഭൂകമ്പം ബാധിക്കുകയും ചെയ്തു. ചൈനയെ കൂടാതെ വിയറ്റ്നാമിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലുമൊക്കെ ഈ ഭൂകമ്പം തീവ്രത കുറഞ്ഞ രീതിയിലുണ്ടായി. സാമ്പത്തിക നഷ്ടത്തിലേക്ക് വരുമ്പോൾ നിലവിൽ $10 ബില്യൺ $100 ബില്യൺ ഇടയിലുള്ള സാമ്പത്തിക നഷ്ടത്തിന് 35% സാധ്യത കണക്കാക്കപ്പെടുന്നു. സാമ്പത്തിക നഷ്ടത്തിൻ്റെ ഉയർന്ന കണക്കുകൾ മ്യാൻമറിൻ്റെ GDPക്കും വളരെ മുകളിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഏപ്രിൽ 1-ാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന് മ്യാൻമറിൽ ശുദ്ധജലത്തിൻ്റെ അഭാവം മൂലം കോളറ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയും മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് നൽകിയിരുന്നു. ഐക്യരാഷ്ട്രസഭയും ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും മറ്റ് സന്നദ്ധ സംഘടനകളുമൊക്കെ മ്യാൻമറിന് സഹായവുമായി എത്തിയെന്നത് തെല്ല് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും മ്യാൻമർ എന്ന രാജ്യത്തെ പൂർണ്ണമായും പിടിച്ചുകുലുക്കിയ ഒരു ദുരന്ത സംഭവമാണ് ഈ ഭൂകമ്പം. ഭൂകമ്പം വരുത്തിവെച്ച നഷ്ടങ്ങൾ അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്നതല്ല എന്നതും സംശയമില്ലാത്ത കാര്യമാണ്.